അർജുനും രതീഷും ഇരുന്നിട്ട് ഭയങ്കര സംസാരമാണ്. അപ്പോൾ അർജുൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ശരിക്കുള്ള നിങ്ങൾ ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങളെല്ലാവരുടെയും എല്ലാവർക്കും ആശ്വസിപ്പിക്കാനായിട്ടൊരു തോളായിട്ടാണ് നിങ്ങളിവിടെ വന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുക, നിങ്ങളുടെ സങ്കടം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അർജുൻ. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ദീപയുള്ള എല്ലാ ക്യാമറയും നോക്കി പറയുകയാണ്, ഞാൻ 100% ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം വരെ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്കിവിടെ ജിൻഡോ ഉണ്ട്, ജിൻഡോയുടെ തോളുണ്ട്. അപ്പോൾ അർജുൻ പറയുകയാണ്, പക്ഷേ എനിക്കങ്ങനെ തോന്നി, നിങ്ങളെല്ലാവർക്കും ഒരു സഹായകരമായിട്ട് എല്ലാവരും ഒരു വിഷമം കേൾക്കാനായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു വീണ്ടും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആരും കേൾക്കാനില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ശരിക്കുള്ള നിങ്ങൾ ഏതാ? ശരിക്കും ഇപ്പോൾ ഉള്ള നിങ്ങളാണോ അതോ പഴയ ആ ടൈമിൽ ഫസ്റ്റ് ടൈമിൽ വന്ന നിങ്ങളാണോ ശരിക്കുള്ള സ്വഭാവം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷ പറയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ തൃശ്ശൂർ വന്നിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് ചോദിച്ചു നോക്കിക്കോളൂ, ഞാനെന്നുള്ള വ്യക്തി എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു നോക്കിയോ, അപ്പോൾ അവർ പറഞ്ഞുതരും. അപ്പോൾ അർജുൻ പറയും, എനിക്കതിൻ്റെ ആവശ്യമില്ല, അതെൻ്റെ കൺസേൺ അല്ലല്ലോ എന്ന് പറയുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അത്രയും നന്നായിട്ട് പെരുമാറുന്ന ഒരാളാണ് എല്ലാവരോടും. അപ്പോൾ അർജുൻ ചോദിക്കണം, അപ്പോൾ അന്ന് ഗെയിമിന് വേണ്ടിയിട്ടാണോ ആ രീതിയിലൊക്കെ പെരുമാറിയത്? ഒരു ചൊറിയനും ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് ഗെയിമിന് വേണ്ടിയിട്ടാണോ പെരുമാറിയെന്ന് ചോദിച്ചപ്പം രതീഷ് പറയണത് അതെൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു, അത് ശരിക്കും അങ്ങനെയാണ് കളിക്കേണ്ടത് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഗെയിം. പക്ഷേ ഇപ്പം ഞാൻ റിയലായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ആ ഒരു ചൊറിയൻ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്, ഇപ്പം നല്ല ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത്, എങ്കിലും ഇടയ്ക്ക് ആ ഒരു ക്യാരക്ടർ കയറി വരുന്നുണ്ടെന്ന് പറയുകയാണ് രതീഷിൻ്റെ അടുത്ത്. അപ്പോൾ രതീഷ് ചോദിക്കുകയാണ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ സേഫ് ഗെയിം കളിച്ച ഒരു പ്ലെയർ ആയതുകൊണ്ടാണോ ഞാൻ എവിക്റ്റായി പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അർജുൻ പറയാണ്, അല്ല, നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എവിക്റ്റായി പോയത്. പ്രേക്ഷകരാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കാണുമ്പം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആ ഒരു ക്യാരക്ടർ, എപ്പോഴും ചൊറിഞ്ഞ് എല്ലാവരോടും കയറിയിട്ട് വഴക്കുണ്ടാക്കുന്ന ആ ഒരു ക്യാരക്ടർ ആർക്കും ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരും പുറത്തുള്ള പ്രേക്ഷകരും ചേർന്ന് നിങ്ങളെ ഔട്ടാക്കിയത്. പക്ഷെ ഇപ്പം നിങ്ങൾ നന്നായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് സൂക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് ആ ചൊറിയൻ ക്യാരക്ടർ എവിടെ നിന്നൊക്കെയോ കയറി വരുന്നുണ്ട് എന്ന് അർജുൻ രതീഷിനോട് പറയണം. അപ്പോൾ രതീഷ് വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ അടുത്ത് തന്നെ കുറിച്ചിട്ട്.